back with another live. Damn. ഓക്കെ, അപ്പോൾ ഇന്ന് പ്രധാന സെഷൻ എൻ്റെ ഗ്രോസറി കഴിഞ്ഞു. അപ്പോൾ ഗ്രോസറി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചില അഡീഷൻസ് മേക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. അത് ഞാൻ കാണിച്ചു തരാം, പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം. അതിനകത്ത് ചില ഫ്രോസൺ സാധനങ്ങളുണ്ട്, ചില ഫ്രിഡ്ജിലുള്ള സാധനങ്ങളുണ്ട്, ചിലത് വലിയ സീനില്ലാത്തതുണ്ട്. ഇത് തന്നെ ആദ്യം ബ്ലൂബെറീസ്. ഇത് എപ്പോഴും വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എന്തോ ഞാനത് മുൻകൈ എടുത്ത് വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഫ്രഷ് ബ്ലൂബെറീസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രോസൺ ആണ് ഫ്രഷിനേക്കാളും നല്ല സാധനമെന്ന് ഇപ്പോൾ കുറേ ഒപ്പീനിയനൊക്കെ വരുന്നുണ്ടല്ലോ. സോ ഞാനിത് കണ്ടു കഴിഞ്ഞപ്പം ഫ്രോസൺ ബ്ലൂബെറീസ് കുറേ വാങ്ങിച്ചു. ഇത് വാങ്ങിക്കാൻ വേറെയും കാരണമുണ്ട്. ഇത് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ലോ കാർബ് ഡേകളിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഞാൻ ഇച്ചിരി കൂട്ടിപ്പിടിച്ചേക്കാണ്. 18 + 8 പാക്കറ്റ് 18 8 സോ 26 പാക്കറ്റ് ഓട്സ്. പക്ഷേ റെഗുലർ ഓട്സ് അല്ല, മേപ്പിൾ സിറപ്പും പിന്നെ ഷുഗറും ബ്രൗൺ ഷുഗറും ഉള്ള സാധനം. ഇത് ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് കഴിച്ചു. പാൽപ്പായസം പോലെ ഇരിക്കും, അമ്മാതിരി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ കുറേ കാലം അത്രയ്ക്കും സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാതിരുന്നിട്ട് ഇപ്പോൾ കഴിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനകത്ത് കാലറീസ് നോക്കിക്കഴിഞ്ഞാൽ 160 കാലറീസ് ഒരു പാക്കറ്റിൽ. ഇത് 43 ഗ്രാം ഉണ്ട് പെർ പാക്കറ്റ്. ഫാറ്റ് 2 ഗ്രാം, പിന്നെ കാർബ് ഇതിനകത്ത് 33 ഗ്രാം. അത് ഷുഗറിൽ നിന്ന് വരുന്നത് 13 ഗ്രാം. ഇതിൻ്റെ ലോ ഷുഗർ ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ സ്റ്റെപ്സ്, എൻ്റെ ഡെയിലി സ്റ്റെപ്സ് നമ്പർ കൂടുതലാണ്, പിന്നെ എൻ്റെ ആക്ടിവിറ്റി ലെവൽ ഞാൻ കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് കാർബ് എനിക്ക് ബെനിഫിഷ്യലായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഈ സാധനം കൂടെ പെയർ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ബ്ലൂബെറി വാങ്ങിച്ചത്. പിന്നെ അടുത്ത സാധനം ചോറ്. ഇപ്പം ഞാൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഒരു 1/2 കിലോ മുകളിൽ കുക്ക്ഡ് ആയിട്ടുള്ള റൈസ് ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ശമനം വരുത്താൻ വേണ്ടി ഞാൻ 1 കിലോ സ്വീറ്റ് പൊട്ടാറ്റോ വാങ്ങിച്ചു. ഇത് എല്ലാ ദിവസവും കുക്ക് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സമയമുള്ള സമയത്ത് ഇപ്പം പ്രഷർ കുക്കറിലും എല്ലാം വെച്ച് പടയുന്ന അല്ലെങ്കിൽ മൈക്രോവേവിലും എല്ലാം വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഒരു റിപ്ലേസ്മെൻറ്റ് പോലെ ചോറും സ്റ്റിൽ കഴിക്കും, ചോറിൻ്റെ കൂടെ സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. എൻ്റെ ഇവിടെ കുറേ റെഗുലർ പൊട്ടറ്റോ ഇരിപ്പുണ്ടായിരുന്നു, അതെല്ലാം എന്തു പറ്റി, മറ്റേ സ്പ്രൗട്ട് വന്നു. അങ്ങനെ അത് എനിക്ക് പിന്നെ താല്പര്യമില്ല. ഞെക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അത് പിഞ്ഞിപ്പോവും. അപ്പോൾ അതാണ് വേറൊരു അഡീഷൻ. ഞാൻ പൊതുവേ ഈ സാധനമൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ ഉള്ളത് ഒരു വലിയ ഡീൽ ബ്രേക്കർ, എൻ്റെ ഒരു വലിയ ഒരു ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത സാധനമാണ് ഈ പാല്. ഈ പാല് റെഗുലർ പാലിനേക്കാളും ഒരു 20% പൈസ കൂടുതലാണ്, പക്ഷേ റെഗുലർ പാലിനേക്കാളും 50-60% പ്രോട്ടീൻ കണ്ടന്റ് ഇതിനകത്ത് കൂടുതലാണ്. ഞാൻ മുമ്പ് വിചാരിച്ചുകൊണ്ടിരുന്നത് ഫാറ്റ് കണ്ടന്റ്, ഇവിടെ ഇപ്പം ഹോമോജനൈസ്ഡ് മിൽക്ക് കിട്ടുന്നത്, റൈറ്റ്? അപ്പോൾ 0% മിൽക്കുണ്ട്, 1% ഫാറ്റാണ്. അപ്പോൾ 0% ഫാറ്റിൻ്റെ മിൽക്കുണ്ട്, 1% ഫാറ്റിൻ്റെ മിൽക്കുണ്ട്, പിന്നെ 2% ഉണ്ട്, 3.25 ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊക്കെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാൽ ഉപയോഗിച്ചിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് പൊതുവെ ഉപയോഗിക്കുന്നത് 3.25. കാരണം ഒരു ഹോൾ മിൽക്കിൻ്റെതായിട്ടുള്ള ഫാറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ അതുപോലൊരു എന്നാ പറയുന്നത്, ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫാറ്റുള്ള പാലാണ് പൊതുവെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് പറ്റിയ മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൊഴുപ്പ് ഈസ് നെസസറിലി ബിക്കോസ് ഓഫ് ഫാറ്റ്. ഇപ്പോൾ 6% ഫാറ്റ് വെച്ചിട്ടുള്ള മിൽക്ക് ഇപ്പം ചില സ്റ്റോറുകളിൽ കിട്ടാനുണ്ട്, പക്ഷെ അതിനകത്ത് ഫാറ്റ് അല്ലായിരുന്നു ഈ പറഞ്ഞ തിക്നെസ് ഉണ്ടാക്കുന്നത്. പ്രോട്ടീൻ്റെ കണ്ടന്റും
തിക്നെസ് ഉണ്ടാകും. കാരണം ഇത് കുടിക്കുന്ന സമയത്ത് 2% ഉള്ളൂ. ഇതാ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർ. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് 3%-നേക്കാൾ കൂടുതൽ കൊഴുപ്പ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് പച്ചയ്ക്ക് കുടിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ കാർട്ടണിൽ നിന്ന് ഡയറക്റ്റ് കുടിക്കുമ്പോഴും പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ പ്രധാന ഒരു സാധനം ഈ ഓട്ട്മീലിൻ്റെ ഞാൻ ഓട്ട്മീലിൻ്റെ ഒരു പാക്കറ്റ് വെച്ചിട്ട് ഈ പാല് 150 ml ഒഴിച്ച് ഒരു സാഷേ പാക്കറ്റ് ഉണ്ടാക്കി കഴിച്ച്. അന്നേരം അതിൻ്റെ ആ ഒരു തിക്നെസ് റെഗുലർ 2% മിൽക്ക് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മാക്രോസ് പറയുകയാണെങ്കിൽ ഇത് ഒരു കപ്പ് 250 ml 170 കാലറിയാണ്. ഓക്കെ, 5 gram ഫാറ്റ്, പിന്നെ കാർബ് 7 gram, പ്രോട്ടീൻ 20 gram. അതാണ് മേജർ മാക്രോസ് അല്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മാക്രോസ് കണക്ക്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതൊരു വൻ സാധനമായിരുന്നു. സോ ഞാൻ ഇനി ഓട്ട്മീൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊരു കപ്പ് ഒഴിക്കും, പിന്നെ ഓട്ട്മീൽ ബ്ലൂബെറീസ്. അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ഇതുവരെ അത്ര എന്താ പറയുന്നത്, അത്ര ഒരു കാർബ് ഇൻടേക്ക് എനിക്കില്ലായിരുന്നു. അത് ഇൻറ്റൻഷനലാണ്. കാരണം അത്ര ഒരു ആക്റ്റീവ് അല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വർക്കൗട്ടിനൊക്കെ മുമ്പുള്ള പ്രീ വർക്കൗട്ട് ഡ്രിങ്കുകളോ അല്ലെങ്കിൽ ബ്രെഡും ജാമും പഴവും കൂട്ടിയിട്ടുള്ള സാധനങ്ങളല്ലാതെ ഞാൻ അങ്ങനെ അധികം കാർബ് എൻ്റെ ലഞ്ചിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒന്നും ഇങ്ങനെ കഴിക്കാറില്ലായിരുന്നു. ഇത് അടിപൊളി സാധനമാണ്. അത് എനിക്കിനിയിപ്പം ഫാറ്റ് കൺട്രോൾ ചെയ്ത് ഇനിയിപ്പോൾ കാർബ് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇനി ഇത് നിർത്താൻ പറ്റുമോ എനിക്കറിയത്തില്ല. പക്ഷെ എന്താണെങ്കിലും നോക്കാം. ഇപ്പം എന്താണെങ്കിലും ഈ ഗ്രോസറിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെഷൻ ഞാൻ ഇതാണ് പ്ലാൻ ചെയ്തത്. ഇതിൻ്റെ കൂടെ സ്ക്രാമ്പിൾഡ് എഗ്ഗും വരുന്നുണ്ട്. പിന്നെ വേറെ ഇത് ഞാൻ എൻ്റെ ഡയറ്റ് ഞാൻ പറയുകയല്ല, പകരം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം, അല്ലെങ്കിൽ ഓർ മേ ബി വേറൊരു രീതി പറയാം. എത്രത്തോളം എളുപ്പമാണ് ഇപ്പോൾ നമ്മളുടെ ഫുഡ് ഇപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലൊക്കെ എന്തോരം പ്രോഡക്ട്സ് ആണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ പ്രോഡക്ട്സ് ഇതിപ്പോൾ അവിടം വരെ എത്തിയിട്ടില്ല, പക്ഷെ ഐ ഷോ യു സം പ്രോഡക്ട്സ്. ഒന്ന് ഈ പാലാണ്. രണ്ടാമത്തത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് വിശ്വസിക്കാൻ വലിയ ടാസ്കുള്ള കാര്യമല്ല. ഇത് ജാമാണ്. ഇതിൻ്റെ മാക്രോസ് ഒന്ന് വായിച്ചു നോക്ക്. ഒരു ടേബിൾ സ്പൂണിൽ, ടീസ്പൂണല്ല, ഒരു ടേബിൾ സ്പൂണിൽ 20 കാലറി ഉള്ളൂ. എനിക്ക് ഒരെണ്ണം മതി 2 ബ്രെഡ് സാൻഡ്വിച്ച് ആക്കിയിട്ട് ജാമിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. 20 കാലറി ഉള്ളൂ. കെൻ യു തിങ്ക് അബൌട്ട് ദാറ്റ്? പക്ഷെ നമ്മൾ വിചാരിക്കും അപ്പോൾ ഇതിനകത്ത് ഷുഗർ കുറവല്ല. ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? സ്ട്രോബെറീസ്, ഷുഗർ, വെള്ളം, സിട്രിക് ആസിഡ്, പെക്റ്റിൻ, ക്യാരറ്റ് ബീൻ ഗം, കോൺസെൻട്രേറ്റഡ് ബ്ലാക്ക് ക്യാരറ്റ് ജ്യൂസ്, നാച്ചുറൽ ഫ്ലേവർ, സോഡിയം ബെൻസോയേറ്റ്, അത് പ്രിസർവേറ്റീവ്. സോ ഇതിനകത്ത് വലിയ ഫാൻസി ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ആക്ച്വൽ ചങ്ക്സ് ഓഫ് ഫ്രൂട്ട്സ് പോലൊരു സാധനം ഉണ്ട്, പക്ഷെ ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ്സ് ആക്ച്വൽ ചങ്ക്സ് ഓഫ് സ്ട്രോബെറീസ്. അതെ, ഇത് ആക്ച്വൽ ചങ്ക്സ് ഓഫ് സ്ട്രോബെറീസ് തന്നെ ഇതിനകത്തുള്ളത്. നമുക്ക് എടുക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, ഇനിയിപ്പോൾ എൻ്റെ സെൻസിറ്റിവിറ്റി കൂടിയിട്ടാണെന്നറിയില്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ റെഗുലർ ജാമിനൊക്കെ ടേസ്റ്റ് ഉണ്ട്. അതാണ് എന്നെ വണ്ടർ അടിപ്പിച്ച്. സോ 20 കാലറീസ് ഉള്ളൊരു ടേബിൾ സ്പൂണിൽ അതൊരു വൻ വിന്നറാണ്, റൈറ്റ്? പിന്നെ വേറൊരു സാധനം, ഇനി 2 മേജർ പ്രൊഡക്ട്സും കൂടെ ഉണ്ട്. ഒന്ന് കോട്ടേജ് ചീസ്. ഓക്കെ, ഇതിൻ്റെ മാക്രോസ് കണ്ടോണേ. ഇതിൻ്റെ മാക്രോസിൽ 90 കാലറീസാണ് ഉള്ളത്. ഫാറ്റ് കണ്ടോ? ദിസ് ഈസ് GD ചീസ്, റൈറ്റ്? ചീസാണിത്. ഈ സാധനം ചീസാണ്. ലൈക്ക് പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന, സിട്രിക് ആസിഡ് ഒഴിച്ചിട്ട് വേർതിരിച്ചെടുക്കുന്ന ചീസാണ്. ഇതിനകത്ത് 0.4 gram ഫാറ്റ്. കൻ യു ഈവൻ ബിലീവ് ദാറ്റ്? ഈ പ്രോഡക്ട്സ് ഒക്കെ എത്രത്തോളം ഈ കട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഇത് എങ്ങനെ ഇവർ ഈ സാധനമൊക്കെ കണ്ടുപിടിക്കുന്നത് ഞാൻ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇതിനകത്ത് ലൈക്ക് ആഡഡ് ആയിട്ടുള്ള വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാ പാലിലും ഇവിടെ വൺസ് പാസ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. പിന്നെ ചെറിയ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സും കാണുമായിരിക്കും. പക്ഷെ അതല്ലാതെ നോ ഫാൻസി ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ മിൽക്ക് തന്നെയാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. പക്ഷെ കെൻ യു ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്?
ലൈക്ക് പ്രോട്ടീൻ നമ്പർ ഞാൻ അധികം ബോദർ ചെയ്യുന്നില്ല, പക്ഷെ സ്റ്റിൽ 13 grams ഓഫ് പ്രോട്ടീൻ പെർ 125 grams. ഇതിനകത്ത് മൊത്തം ഉള്ളത് 500 ഗ്രാമാണ്. സോ 125 എന്ന് പറയുമ്പോൾ 375 500. യാ, സോ 4 servings ഉണ്ട്, റൈറ്റ്? 4 servings ഉണ്ട്. ഒരു സർവിങ്സിൽ 90 calories ഉള്ളൂ. ഇത് വാങ്ങിക്കാൻ പ്രധാന കാരണം വെച്ചാൽ ഞാൻ പൊതുവെ കോട്ടേജ് ചീസ് കഴിക്കാറില്ല. ഞാനിത് ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടു. രാത്രിയിൽ വിശക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും, എൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ കിടക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കുന്നതിന് തൊട്ട് മുന്നേ വരുന്ന ആ ഒരു ക്രേവിങ്സ് അല്ലെങ്കിൽ ആ വിശപ്പ്, ആ ഹങ്കർ മാനേജ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കാൻ നോക്കും. ഇല്ലെങ്കിൽ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുക. അതുപോലെ അധികം മെഴുക്ക് ബിരിയാണി പോലത്തെ ഇന്ത്യൻ ഫുഡ് അല്ലാതെ, ഗ്രേവി സ്റ്റഫ് അല്ലാതെ എന്തെങ്കിലും ബുറിത്തോ റാപ്പോ അങ്ങനെ വല്ലതും ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ത്വരയുണ്ടാവും. അന്നേരം ചെറിയ രീതിയിലല്ല, നല്ല രീതിയിൽ നമ്മുടെ പ്ലാനിൽ ഒത്തവണ്ണം നിൽക്കാതെ പോകും. ഈവൻ ദോ ഈ ബുറിത്തോ റാപ്പിലും ബുറിത്തോ ബോളിലും ഒക്കെ ഉള്ളത് ഹോൾ ഫുഡുകളാണെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു ഇത്തേന്ന് വിട്ടുപോയല്ല, നമ്മുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോയല്ല. സോ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു ബാങ്ക് ബ്രേക്കർ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരാൾ പറയുന്നത് കേട്ടത്, അയാൾ ഉപയോഗിക്കുന്നത് കോട്ടേജ് ചീസും എൻ്റെ കേസീൻ പ്രോട്ടീൻ പൗഡറും പിന്നെ സംതിങ് എൽസ്, അതെന്നാ കാര്യം എനിക്കറിയത്തില്ല, ഇതിലെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പുള്ളി കഴിക്കുമെന്ന് പറഞ്ഞു. സോ ഇറ്റ് ലാസ്റ്റ് സ്ലോ ഡൈജസ്റ്റിംഗ് പ്രോട്ടീൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഹങ്കർ കുറേ പുഷ് ചെയ്യാൻ പറ്റും. രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ കോട്ടേജ് ചീസ് കഴിച്ചിട്ടില്ല. മേ ബി കുറേ കാലം മുമ്പ് കോട്ടേജ് ചീസ് കഴിച്ചായിട്ട് എനിക്ക് ഓർമ്മ. എനിക്കൊന്ന് നമ്മുടെ പനീറാണോ കോട്ടേജ് ചീസ് എനിക്കൊരു സംശയമുണ്ട്. പനീറാണെങ്കിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്, ഐ എം നോട്ട് ഷുവർ. ഇതിൻ്റെ ടേസ്റ്റ് എന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്താണല്ലോ ഈ സാധനം ഞാൻ വായിച്ചു, ഇതിൻ്റെ മാക്രോസ് ഒരു 1 win ആണ്. 90 calories, fat 0.4 grams, carbohydrate 7 gram, which is good, right? പിന്നെ പ്രോട്ടീൻസ് 13 gram. ദിസ് ഇസ് ഗുഡ്. പക്ഷേ ഇതിൻ്റെ പോർഷൻ കൺട്രോൾ എനിക്കറിയത്തില്ലാത്ത. ഇതെങ്ങനെ 4 servings എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ഇനഫ്. പക്ഷേ ലെറ്റ്സ് സീ ഇഫ് ഇറ്റ് ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് ഫോർ ലൈക്ക് 2. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനിത് പിന്നെയും വാങ്ങിക്കും, ദാറ്റ്സ് ഫോർ ഷുവർ. അപ്പോൾ എൻ്റെ ലേറ്റ് നൈറ്റ് ക്രേവിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതൊരു ഡെയിലി ഡയറ്റിൻ്റെ ഭാഗം, ഒരു മീലിൻ്റെ ഭാഗമല്ല. ഇത് ഞാൻ കാണിക്കുന്നത് പിന്നെ ഓർമ്മിപ്പിക്കട്ടെ. ദ റീസൺ ഈസ് ബിക്കോസ് ഐ എം ജസ്റ്റ് ലൈക്ക്, ഞാൻ ഭയങ്കര അമേസ്ഡാണ് എത്രത്തോളം നമ്മളുടെ ഈ പറഞ്ഞ രീതിയിലുള്ള ഗോളിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡുകൾ അവൈലബിൾ ആണെന്ന് അറിഞ്ഞിട്ട്. പിന്നെ ഇനി വരുന്ന സാധനം ഒരു മനുഷ്യനും ചിന്തിച്ചിട്ടുണ്ടാവാത്ത ഒരു ഫുഡാണ്. അത് ഞാൻ കാണിക്കുന്നതിന് മുന്നേ 3 സെക്കൻഡ് ഒന്ന് ഗസ് ചെയ്യാൻ വേണമെങ്കിൽ എടുത്തു. സൗണ്ട് ഞാൻ കേൾപ്പിക്കാം. ഓക്കെ, I'll show you what it is. Fat free Terra style cheese slices. ഇതെങ്ങനെ ഇവർ ഉണ്ടാക്കിയത് എനിക്കറിയത്തില്ല. They call it cheese product, like proper cheese അല്ല, പക്ഷേ this is a cheese product. ഇതിൻ്റെ മാക്രോസ് കാണുമ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഞെട്ടും. ഒരു സ്ലൈസിൽ 25 calories, carb 2 gram, protein 4 gram. Boy, look at that fat, 0 grams. How they even make this stuff? Modified milk ingredients, വെള്ളം, sugar, sodium citrate, cheese, okay, salt, acetic acid, sorbic acid, carrageenan, citric acid, annatto and or beta apo8 carotenoid. ആ ഒരു സാധനം എന്നാന്ന് എനിക്കറിയത്തില്ല. ഇനി അത് വൈറ്റമിൻ, സം ടൈപ്പ് ഓഫ് വൈറ്റമിൻ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതോ എന്തെങ്കിലും പ്രിസർവേറ്റീവ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അതർ ദൻ ദാറ്റ്, ക്യാൻ യു ഈവൻ ബിലീവ് യു ഗെറ്റ് ടു ഈറ്റ് ചീസ്? ഞാനൊരു വലിയ ചീസ് ഹെഡ്.
ഞാൻ ഫാറ്റി ആയിട്ടുള്ള ഫുഡ് ക്രേവ് ചെയ്യുന്ന ആളാണ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് ദ സ്വീറ്റ്നെസ് ഓഫ് പ്രോഡക്റ്റ്. പക്ഷേ ഐ റിയലി ഡു കെയർ ഈ സേവറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാറ്റി ആയിട്ടുള്ള സാധനങ്ങൾ, റൈറ്റ്? പക്ഷേ ഇത് I couldn't even believe, like, ഞാൻ എന്താ ഇതിന് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ സാധനം നിങ്ങൾക്ക് യു ഗെറ്റ് ടു ഈറ്റ് ചീസ്, പക്ഷേ there's only like 25 calories. ഇപ്പോൾ സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കുകയാണെങ്കിൽ you can add like 2 cheese into it without ചിന്തിക്കേണ്ട അധികം ഇതിനകത്ത് ഇനി എന്തോരം ഫാറ്റ്. സാധാരണ ഒരു ചീസിൻ്റെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 7 ഗ്രാം അങ്ങനെ കണ്ട് ഉണ്ടെന്ന് തോന്നുന്നു, റെഗുലർ ചീസ് പ്രോഡക്റ്റിൻ്റെ, ചെഡാർ ചീസിൻ്റെ പ്രോഡക്റ്റിൽ. ബോയ്, അപ്പോൾ ഇതൊരു വൺ വിന്നായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രോസറിയിൽ കാർബ് കൂട്ടിയതിൻ്റേതായിട്ടുള്ള ഒരു ഐറ്റംസ് ലിസ്റ്റിൽ വരുന്നതായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോൾ ഈ ആഴ്ച ബീഫുണ്ട്, അടുത്ത ആഴ്ചത്തേക്ക് ചിക്കനുണ്ട്. സോ അങ്ങനെ സ്വാപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ചില മാറ്റങ്ങളുണ്ട്, ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു ഗോൾസ് റീഅറേഞ്ച് ചെയ്ത് മാറ്റങ്ങൾ വരുത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ റീസെൻ്റ്ലി ഒരു 25,000 സ്റ്റെപ്സ് എയിം ചെയ്തിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനില്ല. അതായത് അത് ഞാൻ പോസ്റ്റ് ഒന്നും ചെയ്തില്ല, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസ് ആയിട്ട് കിടപ്പുണ്ട്. സോ അത് ആർക്കൈവിൽ കിടന്നിട്ട് എനിക്ക് ആവശ്യമുള്ള സമയത്ത് പിന്നെ നോക്കാം, ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ പൊട്ടൻഷ്യലി ഒരു 7 day വാക്കിംഗ് ചാലഞ്ച് ഉണ്ടാവും. ഞാനതൊരു വീഡിയോ ആയിട്ട് 7 ദിവസത്തെ ക്ലിപ്പുകൾ ഉപയോഗിച്ചിട്ട് വീഡിയോ ആയിട്ട് എടുക്കാം. പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയിൽ എൻ്റെ വർക്കൗട്ടുകൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. വർക്കൗട്ടുകൾ ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെഷൻ എനിക്ക് പോകാൻ പറ്റിയിട്ടുള്ളൂ. ആ സെഷനിൽ അപ്പർ ലോവർ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ. പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമില്ല. ആ ഒരു ഡേയിൽ കിട്ടുന്നതായിട്ടുള്ള സമയം എനിക്ക് യൂട്ടിലൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പിന്നെ ഈ 25,000 സ്റ്റെപ്സ് എന്നുള്ളത് ഓൾ ടുഗെദർ ഒരു ദിവസത്തിൽ 4 മണിക്കൂർ എടുക്കും. പക്ഷേ ഈ 4 മണിക്കൂർ ഐ എം ട്രൈങ് ടു ലൈക്ക് ഗോ ബാക്ക് ആൻഡ് ഫോർത്ത്. എൻ്റെ മുറിയിൽ തന്നെ, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ചെറിയ ചെറിയ ദൂരങ്ങൾ പോകാനുള്ളത് വണ്ടി എടുക്കാതെ നടന്നിട്ടും എൻ്റെ ആ ഡെയിലി ലൈഫിൻ്റെ ഉള്ളിൽ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ 25,000 സ്റ്റെപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 18 കിലോമീറ്ററോളം ഉണ്ട് ഈ സാധനം നടക്കുന്നത്. അതിൻ്റെ മാറ്റം വെയിറ്റിലൊന്നും കാണാനില്ല. ടു ബി ഓണസ്റ്റ്, എൻ്റെ വെയിറ്റ് എൻ്റെ ആ ഒരു അഗ്രസീവ് കട്ട് ഡയറ്റ് ഡെഫിസിറ്റിൽ പോയി കഴിഞ്ഞിട്ടുള്ള 163 എത്തിയായിരുന്നു. സോ ആ 163 നിന്ന് എൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് 170, 171 ഇങ്ങനെ ചാടി കളിക്കുക. അതിന് പ്രധാന കൾപ്രിറ്റ്, ഐ എം നോട്ട് സെയിങ് ദാറ്റ്സ് എ ബാഡ് തിങ്, പക്ഷേ ഐ വുഡ് തിങ്ക് അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലോവർ കാർബ് ഇൻടേക്ക് ആയിരുന്നു. ഇപ്പോൾ വെയിറ്റ് കൂടാൻ കാരണം ഞാൻ എൻ്റെ കൂടുതൽ കാർബ് എടുത്ത സമയത്ത് എൻ്റെ കുറച്ച് കാലറി സർപ്ലസിലാണുള്ളത്. പക്ഷേ കൂടുതൽ കാർബ് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ 1 പാർട്ട് കാർബിന് എനിക്കൊന്ന് 2 or 3 പാർട്ട് വെള്ളം അത് ഹോൾഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ ഇഫ് ദാറ്റ്സ് ദ കേസ്, ഞാൻ ഡെയിലി ഒരു 400 to 600 കാലറീസ് വർത്ത് ഓഫ് കാർബ് കഴിക്കാറുണ്ട്. ഇനി മാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം എടുക്കും. സോ ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ്. പക്ഷേ ഈ ഒരാഴ്ച സ്പാനിൽ ഒരു റീസൺ എൻ്റെ വെയിറ്റ് കൂടാൻ കാരണം ഐ തിങ്ക് ഈ വാട്ടർ വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നതാണ്. കാരണം അഗ്രസീവ് ഡെഫിസിറ്റിൽ പോയ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് മൈ കാലറീസ് കെയിം ഫ്രം ഈറ്റിംഗ് പ്രോട്ടീൻ. കൂടുതലും മീറ്റ് കഴിച്ചതിൻ്റെ. കാർബ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ജസ്റ്റ് ആ ഒരു ഡേ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വളരെ സെഡൻറ്ററി ആയിട്ടുള്ള ഡേയ്സ് ആയിരുന്നു അത്. അപ്പോൾ ജസ്റ്റ് ആ ഡേയ്സ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഇനഫ് ആയിട്ടുള്ള കാർബ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എൻ്റെ മജോറിറ്റി കാലറീസ് കെയിം ഫ്രം പ്രോട്ടീൻ. മേ ബി അതായിരുന്നിരിക്കും ആ ഒരു സമയത്ത് എൻ്റെ ഹോൾഡ് ചെയ്തിരുന്ന വെള്ളം പോയിട്ടുണ്ടാവായിരിക്കാം. ആ വെയിറ്റ് ലോസ് വന്നത് മേ ബി അതിൻ്റെ ഒരു മേജർ റീസൺ അതായിരുന്നിരിക്കാം. ഞാനിതിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ലൈക്ക് എന്തൊക്കെ അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പിന്നെ വേറെ ഉള്ളത്, ഇപ്പോഴത്തെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ കാരണം ഞാൻ പഴയ പോലെ കുറച്ചും കൂടി കാലറീസ് സർപ്ലസിൽ പോയിട്ട് കാർബ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് വാട്ടർ വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ പക്ഷേ ഐ ആം ഫീലിംഗ് ഗുഡ്. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ ഈ നടത്തത്തിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ഉറക്കവും ഏതാണ്ട് കോൺസിക്യൂട്ടീവ് 4 ദിവസം
എൻ്റെ ഉറക്കം വളരെ മോശമായിരുന്നു. മോശം എന്ന് പറയുമ്പം ഒരു 6 to 7 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ 6 to 7 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പെടൽ വേദന എടുത്തിട്ട് ഒക്കെയാണ് എഴുന്നേൽക്കുന്നത്. ആ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്കറിയാം എപ്പോഴാണ് ഒരു വെൽ റെസ്റ്റഡ് ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം, റൈറ്റ്? പക്ഷേ ഇത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തെല്ലാം തന്നെ തലക്കിട്ട് അടിയിട്ടി പോലെയുള്ള രീതിയിലാണ് എഴുന്നേറ്റുകൊണ്ടിരുന്നത്. സോ അവിടെ ഒരു വലിയ പോരായ്മ വെയിറ്റ് ഗെയിനിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ദാറ്റ്സ് വാട്ട് ഐ ആം തിങ്കിങ്. വലത്തേക്ക് എത്ര പോലെ ഇതൊക്കെ എന്ന് ഈ ഇതെങ്ങനെ ഇടത്തേക്ക് നല്ല ലുക്കുണ്ടല്ലോ. ഇതൊക്കെ എന്നൊന്ന് കട്ട് ചെയ്തെടുക്കും എനിക്കറിയത്തില്ല. എനിക്ക് 20 പൗണ്ട് കുറയ്ക്കാനുണ്ട്. ഇപ്പം തന്നെ കാലറി ചെയ്യണോ? ഐ വാസ് തിങ്കിങ്, ഞാൻ ടാർസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ കാലറി ട്രാക്ക് ചെയ്യുന്നത്. അത് നോക്കിയിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള കാലറീസ് ചെയ്താലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഞാൻ ഒരു തവണ ചെയ്തു, പക്ഷേ അതെനിക്ക് സെൻസ് ഉണ്ടാക്കിയില്ല ആ നമ്പർ. ഞാൻ അന്ന് വേറൊരു ലൈവിൽ ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ, അപ്പോൾ ഇന്നത്തെ ഈ ലൈവ് വന്നതിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞ് തീർത്തു എനിക്ക് തോന്നുന്നു. ഓക്കെ, ഞാൻ എൻ്റെ നമ്പർ അപ്ഡേറ്റും കൂടെ തരാം, എത്ര സ്റ്റെപ്പായിരുന്നു. ഇപ്പം ഞാൻ ആക്റ്റീവ്ലി നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നേരത്തെ 4000 സംതിങ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? I don't know if you can see it. പക്ഷേ ഞാൻ പറഞ്ഞുതരാം. 10,317 സ്റ്റെപ്സ്, 10,317 സ്റ്റെപ്സ്, 7.59 കിലോമീറ്റർ. ഇപ്പോൾ ഞാൻ ആക്റ്റീവായിട്ട് ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാർബ് കൂടുതൽ കഴിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഈ ലൈവിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മളുടെ പ്രോഡക്ട്സ്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ താങ്ക് യു. അടുത്ത ലൈവിൽ ഞാൻ ടാർസിൻ്റെ വീഡിയോ വെച്ച് എൻ്റെ കാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സാധനം ചെയ്യാം. ഓക്കെ, ഞാൻ ടാർസിൻ്റെ അടുത്ത് ആദ്യം ഞാൻ ചെയ്ത മാത്ത് സെൻസ് ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് കമൻ്റായിട്ട് ചോദിച്ചായിരുന്നു. പുള്ളി എന്നെ മറുപടി പറഞ്ഞത് ഞാൻ മറന്നുപോയി. പക്ഷേ ഞാൻ ഒരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. 23 മിനിറ്റിൽ തീരും. അയ്യോ, തീർന്നില്ലേ?